30 മീറ്റർ ഉയരം. അകത്തെ ചുവരിൽ 27 ടൺ ശുദ്ധമായ സ്വർണം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. 34 ടൺ ഭാരമുള്ള 8 മീറ്റർ ഉയരമുള്ള വെങ്കല തൂണുകൾ. ലബനോനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ദേവദാരു കൊണ്ട് ചെയ്ത ചുവരുകൾ. നന്നായിട്ട് മിനുക്കിയ തറകൾ. സ്വർണം പൂശിയ 4.5 മീറ്റർ ഉയരമുള്ള വലിയ കേരുബുകൾ. സോളമന്റെ ദേവാലയം എന്ന് പറയുന്നത് വെറും ഒരു മതപരമായ കെട്ടിടം മാത്രമല്ല, പുരാതന ലോകത്തിലെ ഏറ്റവും ചെലവേറിയ, ഏറ്റവും ഗംഭീരമായ, സാങ്കേതികമായി പുരോഗമിച്ച രീതിയിൽ പണിത കെട്ടിടമാണത്. അതിന്റെ പണി തീരാൻ മാത്രം 7 വർഷം എടുത്തു. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ബാക്കി എല്ലാ കെട്ടിടങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണം ഇതിലാണ് ഉപയോഗിച്ചിരുന്നത്. ഇതുവരെ ആരും വിശദീകരിച്ചിട്ടില്ലാത്ത വ്യക്തമായ കണക്കുകളെക്കുറിച്ച് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അതിന്റെ അടിസ്ഥാന കല്ലുകൾക്ക് 400 ടൺ വരെ ഭാരം ഉണ്ടായിരുന്നു. ക്രെയിൻ ഇല്ല, കെട്ടിവലിക്കാനുള്ള പുള്ളീസ് ഇല്ല, തള്ളിക്കൊണ്ടുവരാനായിട്ട് അത്രയും ഭാരം താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ചക്രങ്ങൾ ഒന്നും തന്നെ അന്നില്ല. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും വലിപ്പത്തിലുള്ള കല്ലുകളൊക്കെ എങ്ങനെ മുറിച്ചു, എങ്ങനെ കൊണ്ടുപോയി, 1 മില്ലിമീറ്റർ പോലും വ്യത്യാസമില്ലാതെ എങ്ങനെ കൃത്യതയോടെ ഒന്നിപ്പിച്ചു? ഇന്നത്തെ എഞ്ചിനീയർമാർ ഇതിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം അത് വെറും ഒരു ബിൽഡിംഗ് അല്ല, അത് ആർക്കും ചെയ്യാൻ പറ്റാത്ത അസാധ്യമായ ഒരു കാര്യമായിരുന്നു. ഈ വീഡിയോയിൽ പുരാതന കാലത്തുണ്ടായിരുന്ന ഏറ്റവും ശ്രദ്ധേയമായ സൃഷ്ടിയുടെ പിന്നിലുള്ള സാങ്കേതിക വിദ്യകളും എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചു എന്നുള്ള രഹസ്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ സോളമൻ പണിത ഈ ദേവാലയം പിന്നീട് ആർക്കും ഒരിക്കലും പണിയാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യത്തെ പ്രശ്നം മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്, പക്ഷേ ചെയ്തെടുക്കാൻ വളരെ പാടാണ്. ദേവാലയത്തിന്റെ അടിത്തറയ്ക്ക് വേണ്ടി സോളമന് സാധാരണ കല്ല് വേണ്ടായിരുന്നു. ഇസ്രായേലിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഏറ്റവും വലിയ കല്ല് വേണമെന്ന് അവൻ ആഗ്രഹിച്ചു. 1 രാജകുമാരുടെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. വിശേഷപ്പെട്ട വലിയ കല്ല് അവർ വെട്ടി എന്ന്. അതേ സ്ഥലത്ത് പണിത് 2-ാം ദേവാലയത്തിന്റെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പുരാവസ്തു ഗവേഷകർ പഠിച്ച സമയത്ത് 400 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള കല്ലുകൾ അവിടെ കണ്ടെത്തി. 400 ടൺ എന്ന് പറഞ്ഞാൽ 60 വലിയ ആനകളുടെ വെയിറ്റ് ആണ്. ഇത്രയും വെയിറ്റ് ഉള്ള ഒരു കല്ല് ഒരു മലയിൽ നിന്ന് മുറിച്ചെടുക്കുന്ന കാര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. അന്ന് ഡൈനമൈറ്റ് ഇല്ല, വെട്ടിയെടുക്കാനുള്ള ഒരു സാമഗ്രികളും ഇല്ല. ഈ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം 80,000 ജോലിക്കാരെ നിയമിച്ചു. യെരുശലേമിന് ചുറ്റുമുള്ള മലകളിലുള്ള ക്വാറികളിൽ അവർ ജോലി ചെയ്തു. സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് ഖനനം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി ഈ ദൈവാലയ നിർമ്മാണത്തിൽ തന്നെയുള്ള ഏറ്റവും അപകടകരമായ ജോലി അവർ ചെയ്യുമായിരുന്നു. കാരണം പാറ വെറുതെ പൊട്ടുന്ന രീതിയിൽ വരട്ടെ എന്നുള്ള രീതിക്കല്ല അവർ പാറ പൊട്ടിക്കുന്നത്. കൃത്യമായ ആവശ്യമുള്ളതുപോലെ ഓരോ കല്ലുകളും ദൈവാലയത്തിൽ പക്കായായിട്ട് യോജിക്കുന്നത് പോലെ വെട്ടിയെടുക്കുമായിരുന്നു. കാരണം ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു നിയമം അവിടെ ഉണ്ടായിരുന്നു. ഇരുമ്പ് ആയുധങ്ങളുടെ ഒച്ച ദൈവാലയം നിർമ്മിക്കുന്ന സ്ഥലത്ത് കേൾക്കാൻ പാടില്ല എന്ന നിയമം അവിടെ ഉണ്ടായിരുന്നു. ഇത് 1 രാജാക്കന്മാർ 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് കല്ലുകൾ ക്വാറികളിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് തന്നെ വരണം എന്നതാണ് ഇതിനർത്ഥം. ഇത് കട്ട് ചെയ്യുന്നതും ഓരോ കോണുകൾ ഷേപ്പ് ചെയ്യുന്നതും അതിനെ പോളിഷ് ചെയ്യുന്നതുമെല്ലാം ദൈവാലയത്തിന് ഒരുപാട് ദൂരെ വെച്ചാണ് ചെയ്യുന്നത്. ഇതിന് ഉപയോഗിച്ച സാങ്കേതിക വിദ്യ പഴയതായിരുന്നു, എന്നാൽ നല്ല സമർത്ഥമായിരുന്നു. ഏത് സൈഡിലാണോ പാറകൾ വേണ്ടത് അത് മനസ്സിലാക്കി ചുണ്ണാമ്പ് കല്ലിനേക്കാൾ കടുപ്പുള്ള കല്ല് ഉപയോഗിച്ച് അതിൽ വരയ്ക്കും. എന്നിട്ട് ആ ലൈനിൽ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ആഴത്തിലുള്ള ദ്വാരങ്ങൾ ഉണ്ടാക്കും. അതിനുശേഷം ഉണങ്ങിയ മരത്തിന്റെ കഷ്ണങ്ങൾ അതിനകത്ത് തിരികെ കയറ്റും. എന്നിട്ട് അതിൽ വെള്ളം ഒഴിക്കും. ഈ മരക്കഷ്ണങ്ങൾ വെള്ളം ആഗിരണം ചെയ്ത് വീർക്കും. അങ്ങനെ മർദ്ദം വർദ്ധിച്ച് ചിലപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷമോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷമോ ആ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ പാറ പിളർന്നു വരും. സ്ഫോടക വസ്തുക്കളുടെ ആവശ്യമില്ല, ഇരുമ്പ് ആയുധങ്ങളുടെ ശബ്ദം അവിടെ ഉണ്ടാകത്തില്ല. കല്ല് പിളർന്നതിന്റെ ചെറിയൊരു ശബ്ദം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ കല്ല് മുറിക്കുന്ന പരിപാടി ആദ്യ ഭാഗം മാത്രമാണ്. ഓരോ കല്ലും ഷേപ്പാക്കി മിനുസപ്പെടുത്തി അളക്കണം. ഇതിന് വേറെ തരത്തിലുള്ള ജോലിക്കാരെ ആവശ്യമായിരുന്നു. വാസ്തുശില്പി നന്നായിട്ട് ചെയ്യാനും മനസ്സിലാക്കാനും അറിയാവുന്ന പരിചയസമ്പത്തുള്ള ആളുകൾ വേണമായിരുന്നു. കാരണം അന്ന് കടലാസിലല്ല ഇങ്ങനെയുള്ള രൂപങ്ങൾ വേണമെന്ന് വരച്ചു കൊടുക്കുന്നത്. എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം കല്ലിലാണ് കൊത്തിവെച്ചിരുന്നത്. ദൈവാലയത്തിൽ ആ നിർദ്ദിഷ്ട കല്ല് എവിടെ സ്ഥാപിക്കണമെന്ന് അതിൽ തന്നെ ചിഹ്നങ്ങൾ സൂചിപ്പിക്കുമായിരുന്നു. അതിലെങ്ങാണ് അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ കല്ലുകൾ തമ്മിൽ യോജിക്കില്ല. 400 ടൺ കല്ല് പാഴായി പോകും. ക്വാറിയിലെ ജോലി ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്ന വാക്കിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല. അത് അതിമാരകമായിരുന്നു. പല പ്രാവശ്യവും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ മലയിൽ നിന്ന് ആ കല്ലുകൾ താഴേക്ക് ഉരുണ്ടു വീഴും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വഴിയിലുള്ള എല്ലാ കാര്യങ്ങളെയും തകർത്ത് കളയും. അതിൽ ഒരുപാട് മനുഷ്യരും പെട്ടുപോയിട്ടുണ്ട്. സുരക്ഷാ ഉപകരണങ്ങളൊന്നും അന്നില്ലായിരുന്നു. തൊട്ടടുത്ത് ആശുപത്രികളും ഇല്ല. എന്തെങ്കിലും ഗുരുതരമായി പറ്റിക്കഴിഞ്ഞാൽ അതിജീവന സാധ്യത വളരെ കുറവാണ്. എന്നിട്ടും 80,000 പേർ എല്ലാ ദിവസവും അവിടെ ജോലി ചെയ്യുമായിരുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഷിഫ്റ്റ് ബേസിൽ ജോലി ചെയ്യുന്ന ഇസ്രായേലിയർക്ക് വീട്ടിലേക്ക് പോകാനുള്ള സമയവും കൂടെ ശമ്പളമുള്ള ജോലിയായിരുന്നു അത്. എന്നാൽ വേറെ തരത്തിലുള്ള ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു. അതാണ് കനാനിയർ. ആ കനാനിയർക്ക് നിർബന്ധമായിട്ടുള്ള ജോലിയായിരുന്നു അത്. അവർക്ക് അവധി ഒന്നും തന്നെ ഉണ്ടാകത്തില്ല.
1 രാജാക്കന്മാർ 9-21 വാക്യം ഇങ്ങനെ പറയുന്നു: ഇസ്രായേൽ മക്കൾക്ക് നിർമൂലമാക്കുവാൻ കഴിയാതെ പിന്നീട് ദേശത്ത് ശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ശലോമോൻ ഊഴിയ വേലക്കാരാക്കി. അവർ ഇന്നുവരെ അങ്ങനെയിരിക്കുന്നു. ഒന്നെങ്കിൽ അവർ കല്ല് വെട്ടണം, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. ഇതല്ലാതെ അവർക്ക് വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു. ഈ കല്ലുകളൊക്കെ മുറിക്കുന്നത് പോലും പ്രശ്നത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. കാരണം ഇതിനേക്കാളും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയ പല ജോലികളും അവിടെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. യന്ത്രങ്ങളൊന്നുമില്ല. പർവ്വതങ്ങളിലൂടെ കിലോമീറ്ററുകൾ ഈ 400 ടൺ കല്ല് എങ്ങനെ നീക്കിക്കാണും? ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഒരുപാട് പേര് മരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആ രംഗം ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഈ കല്ലുകളുടെ വെയിറ്റ് കാരണം ഒരു കയർ പൊട്ടിക്കഴിഞ്ഞാൽ കല്ല് പെട്ടെന്ന് പിന്നിലേക്ക് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും വശത്തേക്ക് വീഴും. മുന്നിലുള്ളവർ വീഴും, പക്ഷേ അവർക്ക് കല്ല് കാരണം പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ പിന്നിലുള്ളവരോ ഉറപ്പായിട്ടും കല്ലിന്റെ അടിയിൽ പെട്ടുപോകും. ഇതുപോലുള്ള അപകടങ്ങൾ അവിടെ സാധാരണമായിരുന്നു. ഈ ജോലിയുടെ ഒരു ഭാഗമായിരുന്നു. കാരണം ഈ രണ്ടാമത്തെ വെല്ലുവിളി ആദ്യത്തേതിനേക്കാൾ വളരെ മോശമാണ്. ഇപ്പോൾ കല്ലെല്ലാം മുറിച്ചു കഴിഞ്ഞു, അത് തയ്യാറാണ്. നല്ല ഷേപ്പൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനെ ഇനി യെരുശലേമിലേക്ക് കൊണ്ടുപോകണം. അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 400 ടൺ ആണ് എന്നുള്ളത് മറക്കരുത്. അത്രയും വെയിറ്റ് ഉള്ളത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്ന് ചോദിച്ചാൽ, അത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം 70,000 പുരുഷന്മാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ കല്ലുകൾ മുറിക്കില്ല, അതിൽ പണിയില്ല. അവരുടെ ജോലി ഈ കല്ലുകൾ കൊണ്ടുപോകുക എന്നത് മാത്രമാണ്. അവർ ഉപയോഗിച്ച വിദ്യയെക്കുറിച്ച് വായിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര എളുപ്പമായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ പ്രായോഗികമായി നോക്കിക്കഴിഞ്ഞാൽ അത് നരകതുല്യമായിരുന്നു. മലകളിലൂടെ മുകളിലേക്കും താഴേക്കും പോകുന്ന തരത്തിൽ മണ്ണുകൊണ്ട് നല്ല വലിയ വഴികൾ അവർ ഉണ്ടാക്കി. ആ കല്ലുകളുടെ അടിയിൽ കുറച്ച് മരക്കഷ്ണങ്ങൾ ഇട്ടു. മനുഷ്യന്റെ കൈയുടെ അത്രയും കട്ടിയുള്ള നാരുകൊണ്ടുള്ള കയറുകൾ കല്ലിന് ചുറ്റും കെട്ടി. അതിനുശേഷം ഏറ്റവും ക്രൂരമായ ജോലി ആരംഭിക്കും. ഈ കല്ലുകൾ വലിക്കണം. നൂറുകണക്കിന് ആളുകൾ കയറുപിടിച്ചു. എല്ലാവരും ഒരേ സമയം ഒരേപോലെ വലിക്കാനായിട്ട് ഒരു സൂപ്പർവൈസർ താളം പിടിച്ച് പാടും. വലിക്കും, നിർത്തും. അതിനുശേഷം തടികൾ കല്ലിന്റെ മുമ്പിൽ കൊണ്ടിടും. അതിനുശേഷം പിന്നെയും വലിക്കും. കല്ല് സെന്റിമീറ്റർ കണക്കായിരിക്കും മുന്നിലേക്ക് വരുന്നത്. ചിലപ്പോൾ കുറച്ച് ഇഞ്ചുകൾ മാത്രമേ നീങ്ങത്തുള്ളൂ. 400 ടൺ കല്ല് 5 കിലോമീറ്റർ കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ ആഴ്ചകൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളെല്ലാം ഈ ജോലി ചെയ്യുന്നവർ കല്ലിന്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങും. അവിടെ തന്നെ അവർ ഭക്ഷണം കഴിക്കും. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ അതിന്റെ കൂടെ തന്നെ അവർ ഉണ്ടാകും. എന്നാൽ ഇതിൽ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാവോ? കയറുകളെല്ലാം നല്ല ഉറപ്പുള്ളതായിരിക്കണമെന്നില്ല. നാരുകൾക്ക് ഭാരം താങ്ങാൻ പറ്റും, പക്ഷെ അതിനും ചില പരിധികളൊക്കെ ഇല്ലേ? ഒരുപാട് ഭാരം അതിൽ തന്നെ കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. കയറങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കല്ലുകൾ പിന്നിലേക്ക് പോയി അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അന്ന് ഇൻഷുറൻസ് ഇല്ല, കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ സ്ഥാനത്ത് മറ്റൊരാൾ കയറും. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ഇസ്രായേൽ ജനത്തിന് നേട്ടം ഉണ്ടായിരുന്നു. കാരണം 1 മാസം കല്ല് ചുമന്നു കഴിഞ്ഞാൽ അടുത്ത 2 മാസം വീട്ടിലിരിക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ അത് സഹിച്ചു. എന്നാൽ നിർബന്ധിത ജോലിയിലുള്ള ഈ കനാന്യർക്ക് ആ പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല. പണി തീരും വരെ ആ ജോലി ചെയ്തേ പറ്റൂ. ആ പണി പൂർത്തിയാക്കാൻ വേണ്ടി 7 വർഷം എടുത്തു. ചിലർ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ പോലും അതിജീവിച്ചില്ല. ക്ഷീണം, ജോലിക്കിടയിൽ ഉണ്ടാകുന്ന പരിക്കുകൾ, പുറത്തുറങ്ങുന്നത് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ കാരണം പലർക്കും അതിജീവിക്കാൻ പറ്റിയില്ലായിരുന്നു. കല്ല് ചുമക്കുന്നവരുടെ ഇടയിലാണ് ഒരുപാട് പേര് മരിക്കുന്നത് എന്നും പറഞ്ഞ് ജോലി പതുക്കെ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം സോളമന് ഈ പണി തീർക്കാനായിട്ട് സമയപരിധി ഉണ്ടായിരുന്നു. ഇനി നോക്കിക്കേ, കല്ല് അങ്ങനെ അവസാനം യെരുശലേമിൽ എത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞ് അത് പെട്ടെന്ന് തൊടാനൊന്നും പറ്റില്ല. അവിടെയുള്ള നിയമം ഓർക്കുന്നുണ്ടോ? ഇരുമ്പ് ഉപകരണങ്ങളുടെ ശബ്ദം അവിടെ കേൾക്കാൻ പാടില്ല. ഇതിനർത്ഥം കല്ല് വെട്ടിയെടുക്കുന്ന സമയത്ത് തന്നെ ജോലിക്കാർ എല്ലാ പണികളും തീർത്ത് വരണം എന്നാണ്. കല്ലിലുള്ള ഒരു ചെറിയ കഷ്ണം മാറ്റണമെങ്കിൽ പോലും ചുറ്റിക അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ആ കല്ലിൽ പണി ചെയ്യണമെങ്കിൽ കല്ല് തിരിച്ചു കൊണ്ടുപോയി അവിടെ നിന്ന് ശരിയാക്കി കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ക്രൂരതകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള സൂപ്പർവൈസർമാർ എല്ലാം അളക്കും, എല്ലാ കോണുകളും പരിശോധിക്കും. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ കുറ്റം ചുമട്ട് തൊഴിലാളികളുടെ മേൽ വീഴും. അതിനുള്ള ശിക്ഷ കഠിനമായിരുന്നു. ചാട്ടവാറടി, പിന്നെ ഭക്ഷണം കുറയ്ക്കും. ചിലപ്പോൾ അതിൽ മോശമായ ശിക്ഷകൾ ഉണ്ടാകും. ഈ വലിയ കല്ലുകൾ കൊണ്ടുപോകുന്നത് മാത്രമല്ല ഏറ്റവും അസാധ്യമായ ജോലി എന്ന് പറയുന്നത്. ലെബനോൻ വനത്തിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു യെരുശലേമിന്. സോളമനാണെങ്കിൽ ആയിരക്കണക്കിന് ദേവദാരു മരങ്ങൾ ആവശ്യമായിരുന്നു. ട്രക്ക് വണ്ടി ഒന്നും ഇല്ലാതെ തന്നെ മറ്റൊരു രാജ്യത്ത് നിന്ന് അവരെങ്ങനെ ഇത്രയും മരങ്ങൾ കൊണ്ടുവന്നു? വഴിയിൽ എത്ര പേര് മരിച്ചു കാണും എന്നൊക്കെ അറിയാവോ? ഇവിടെയുള്ള പ്രശ്നം ദൂരം എന്നത് മാത്രമല്ല, ആ ദൂരം എങ്ങനെയായിരുന്നു എന്നതാണ്. ലെബനോനിൽ നിന്ന് യെരുശലേമിന് 200 കിലോമീറ്റർ ദൂരമുണ്ട്. 200 കിലോമീറ്റർ വഴിയും മലകൾ, താഴ്വരകൾ, നദികൾ, വിദേശ രാജ്യങ്ങൾ കൂടിയുള്ള വഴിയായിരുന്നു. പുരാതന ലോകത്തിൽ നല്ല വിലയുള്ള മരമായിരുന്നു ഈ ദേവദാരു. ഇത് നല്ല കാഠിന്യമുള്ളതാണ്, നല്ല സുഗന്ധമുള്ളതാണ്, പെട്ടെന്ന് നശിച്ചു പോവില്ല. രാജാക്കന്മാർ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളൊക്കെ പണിയാൻ ഇത് ഉപയോഗിക്കുമായിരുന്നു. എങ്കിലും ഇത് ലെബനോൻ മലകളിൽ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ, ഇസ്രായേലിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു നേതാവും ചെയ്യുന്നത് പോലെ സോളമനും അത് ചെയ്തു. അവൻ ആ രാജ്യത്തിൽ നിന്ന് ആ മരങ്ങൾ വാങ്ങി.
സോർ രാജാവായ ഹീരാമുമായിട്ടുള്ള ചർച്ച 1 രാജാക്കന്മാർ 5-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹീറാം നല്ല പണിയറിയാവുന്ന മരം വെട്ടുകാരെയും ആവശ്യമുള്ള ദേവദാരു മരവും കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന് പകരമായിട്ട് ഇസ്രായേൽ പ്രതിവർഷം 20,000 പറ ഗോതമ്പ് തരാമെന്ന് പറഞ്ഞു. ഇന്നത്തെ കണക്കനുസരിച്ച് പറഞ്ഞാൽ 40 ലക്ഷം കിലോ ഗോതമ്പുണ്ടാകും. പിന്നെ 20,000 പറ ഇടിച്ചെടുത്ത ഒലിവെണ്ണയും തരാമെന്ന് പറഞ്ഞു. ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ 20 ലക്ഷം ലിറ്റർ ഉണ്ടാകും അത്. ഇത് വലിയ ചെലവേറിയ ഒരു വാണിജ്യ കരാറായിരുന്നു. പക്ഷേ സോളമന് ഇതല്ലാതെ മറ്റു മാർഗ്ഗമില്ലായിരുന്നു. ദേവദാരു ഇല്ലാതെ ദേവാലയം നിർമ്മിക്കാൻ പറ്റില്ല. അങ്ങനെ 10,000 ഇസ്രായേലരെ ലെബനോനിൽ ജോലി ചെയ്യാൻ നിയോഗിച്ചു. പക്ഷേ അവർ അവിടെ സ്ഥിരമായിട്ട് താമസിച്ചല്ല ജോലി ചെയ്തത്. 1 രാജാക്കന്മാർ 5-ാം അധ്യായം 14-ാം വാക്യം ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അവനവരെ മാസം തോറും 10,000 പേർ വീതം മാറി മാറി ലെബനോനിലേക്ക് അയച്ചു. അവർ 1 മാസം ലെബനോനിലും 2 മാസം വീട്ടിലുമായിരുന്നു. അദോനിരാം ഊഴിയ വേലകൾക്ക് മേധാവിയായിരുന്നു. വിദഗ്ധരായ സീദോനിയൻ മരംവെട്ടുകാരുടെ കൂടെ അവർ ജോലി ചെയ്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നല്ല വലിപ്പമുള്ള ദേവദാരുകൾ അവർ വെട്ടിയെടുത്തു. പിന്നെ അവർ ആ മരങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് മുറിച്ചു. പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ആ തടി കഷ്ണങ്ങൾ ഇസ്രായേലിൽ എത്തിക്കണം. ഈ യാത്ര 2 രീതിയിലായിരുന്നു. ആദ്യത്തേത് കടൽ വഴി. തടികൾ ഒരുമിച്ച് കെട്ടി വലിയ ചങ്ങാടങ്ങൾ പോലെ റെഡിയാക്കിയ ശേഷം ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് തള്ളി നയിച്ച് ഈ ചങ്ങാടങ്ങൾ മെഡിറ്ററേനിയൻ കടലിന് കുറുകെ ജാഫ തുറമുഖത്തേക്ക് കൊണ്ടുവന്നു. ഈ തുറമുഖം ഇപ്പോൾ ടെല്ലവീവിലാണ്. യാത്രയ്ക്ക് ദിവസങ്ങളെടുത്തു. ആ യാത്രയുടെ ഇടയ്ക്ക് കൊടുങ്കാറ്റുകളൊക്കെ സാധാരണമായിരുന്നു. ചില സമയത്തൊക്കെ കയറുകൾ പൊട്ടി തടികൾ കടലിൽ നഷ്ടപ്പെട്ടു. എന്നാലും ഇത്രയും ഭാരമുള്ള മരം ഇത്രയും ദൂരം കൊണ്ടുവരാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഇത് മാത്രമായിരുന്നു. രണ്ടാമത്തെ വഴി കരയിലൂടെ. ജാഫയിൽ നിന്ന് യെരുശലേമിലേക്ക് ഏകദേശം 60 കിലോമീറ്റർ ദൂരമുണ്ട്. ദൂരം കുറച്ചല്ലേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഓരോ ദേവദാരു മരത്തിനും ടൺ കണക്കിന് ഭാരം ഉണ്ടായിരുന്നു. കല്ലുകൾക്ക് ഉപയോഗിച്ച അതേ സാങ്കേതിക വിദ്യയാണ് ഈ മരം കൊണ്ടുപോകാനും ഉപയോഗിച്ചത്. തടികളുടെ അടിയിൽ ചെറിയ ചെറിയ മരക്കഷ്ണങ്ങൾ ഇട്ടു കയർ കൊണ്ട് കെട്ടി 100 കണക്കിന് ആളുകളിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകും. ഇതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ മരം കല്ലിനേക്കാൾ ദുർബലമാണ്. ഈ മരത്തിന്റെ കഷ്ണങ്ങൾ എങ്ങാനും കൈതെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് പല സ്ഥലങ്ങളിലും ഇടിച്ച് പോറലുകൾ ഉണ്ടാകും, പൊട്ടാൻ സാധ്യതയുണ്ട്. അതിന്റെ ഗുണനിലവാരം പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തടി എത്താൻ ആഴ്ചകളെടുക്കാൻ സാധ്യതയുണ്ട്. ഈ ജോലി ചെയ്ത പുരുഷന്മാർ വെളിയിൽ തന്നെ ഉറങ്ങുമായിരുന്നു. അത് കാരണം തന്നെ പലരും രോഗബാധിതരായി. പനി, അണുബാധ, ക്ഷീണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അവർക്കുണ്ടായി. പക്ഷേ ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർ അവിടെ ഇല്ലായിരുന്നു. ജോലി ചെയ്യുന്ന സമയത്ത് അസുഖം പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾ ആ സ്ഥാനത്ത് കയറും. കല്ലുകളും മരങ്ങളും കൊണ്ടുവരുന്നതിനേക്കാളും വലിയ വെല്ലുവിളി അവിടെ ഉണ്ടായിരുന്നു. ആ കല്ലും തടിയും എത്തുന്ന സ്ഥലത്ത് ഒരു നിയമം ഉണ്ടായിരുന്നു. ആർക്കും തകർക്കാൻ കഴിയാത്തൊരു നിയമം. അവരത് തെറ്റിച്ചു കഴിഞ്ഞാൽ ഉടനടി ശിക്ഷ. അത് വളരെ കഠിനവുമായിരുന്നു. ആ നിയമം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് പണിയുന്ന സ്ഥലത്ത് ഇരുമ്പിന്റെ ശബ്ദം ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അവർ അത് ചെയ്തു. ഒരു ജോലിക്കാരൻ അബദ്ധത്തിൽ ചുറ്റിക കൊണ്ട് ഒരു കല്ലിൽ തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ സ്ഥലത്ത് മുഴുവൻ ആ ശബ്ദം പ്രതിധ്വനിക്കും. ഉടൻ തന്നെ സൂപ്പർവൈസർമാർ അവിടെ ഓടിയെത്തും. ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ശിക്ഷ ഉടനടി ഉണ്ടാകും. കാരണം അവിടെ അത് നിയമമായിരുന്നു. ലോകത്ത് ഒരു സ്ഥലത്തും ഇങ്ങനൊരു നിയമം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. നിർമ്മാണ സ്ഥലത്ത് ഇരുമ്പ് ഉപകരണങ്ങളുടെ ശബ്ദം കേൾക്കാൻ പാടില്ല എന്ന്. ഇത് 1 രാജാക്കന്മാർ 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉത്തരവായിരുന്നു. ഈ നിയമം ലംഘിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ആർക്കും എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റാത്തൊരു ചോദ്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ 100 കണക്കിന് ടൺ വെയിറ്റുള്ള കല്ല് ഉപയോഗിച്ച് വലിയ വലിയ ദേവദാരു തടികൾ ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കാതെ എങ്ങനെ പണിയാൻ പറ്റും? ചുറ്റുകയില്ലാതെ എങ്ങനെ അളവുകളൊക്കെ ശരിയാക്കാൻ പറ്റും? അതിന്റെ ഉത്തരം ക്വാറികളിൽ നിന്നും മരപ്പണി വർക്ക്ഷോപ്പിൽ നിന്നും തന്നെ എല്ലാം കൃത്യമായി അളവെടുത്ത് പണി തീർത്ത് കൊണ്ടുവരും. ഓരോ ജോയിന്റും എവിടെ കൊടുക്കണമെന്നെല്ലാം മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യും. കാരണം മോറിയ മലയിൽ ദേവാലയം പണിയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കാനുള്ള രണ്ടാമത്തൊരു അവസരം ഉണ്ടാകില്ല. വാസ്തുശില്പികളും കെട്ടിടം പണിയുന്നവരും ഒരു സംവിധാനം ഉപയോഗിച്ചു. ക്വാറികളിൽ ഉള്ളപ്പോൾ തന്നെ കല്ലുകളിൽ ചിഹ്നങ്ങൾ കൊത്തിവെച്ചു. എബ്രായ അക്ഷരങ്ങളോ അക്കങ്ങളോ ഉപയോഗിച്ച് ഓരോ കല്ലിനും കൃത്യമായ സ്ഥാനം എവിടെയാണ് എന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ അതിൽ കൊത്തിവെച്ചു. കല്ല് യെരുശലേമിൽ എത്തിക്കഴിഞ്ഞാൽ പണിയുന്നവർ ആ അടയാളം മനസ്സിലാക്കി അത് വയ്ക്കേണ്ട സ്ഥലത്ത് സ്ഥാപിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും പക്ക പ്ലാനായിട്ട് ചെയ്തതുകൊണ്ട് പിന്നെയും അളക്കേണ്ടി വന്നില്ല. ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. നിർമ്മാണ സ്ഥലത്ത് ജോലി ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഒന്ന് സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. 100 കണക്കിന് ആളുകൾ ഉച്ചത്തിൽ സംസാരിക്കാനോ ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ വളരെ കഷ്ടപ്പെട്ട് അവർ കല്ലുകളൊക്കെ നീക്കി.
ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം അതിന്റെ ഉദ്ദേശത്തിലാണ്. അതൊരു സാധാരണ കൊട്ടാരമല്ല, അത് ദൈവത്തിന്റെ ഭവനമായിരുന്നു. സൃഷ്ടാവ് തന്നെ വസിക്കുന്ന ഒരു പുണ്യ സ്ഥലമാണത്. ഈ നിർമ്മാണത്തിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ ആ സ്ഥലത്തെ പൂർണ്ണ ബഹുമാനത്തോടെ പരിഗണിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3300 സൂപ്പർവൈസർമാർക്ക് ഈ ജോലി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ള ചുമതലയുണ്ടായിരുന്നു. അവർ എപ്പോഴും ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു, ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അനുസരണക്കേട് കണ്ടു കഴിഞ്ഞാൽ ശിക്ഷകൾ വിധിക്കും. ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചാട്ടവാറടി, ഭക്ഷണം കുറയ്ക്കും, അതിലും കഠിനമായ ജോലികൾ കൊടുക്കും. വലിയ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ ജോലിയിൽ നിന്ന് തന്നെ പുറത്താക്കും. നിർബന്ധിത ജോലി ചെയ്യുന്ന കനാന്യരെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ തടവിലാക്കും, അല്ലെങ്കിൽ അതിലും വലിയ ശിക്ഷ കൊടുക്കും. അങ്ങനെ ദൈവാലയത്തിന്റെ പണി ഒരു ശബ്ദം പോലും ഇല്ലാതെ ഭംഗിയായിട്ട് മുന്നേറി. ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ ജോലി ചെയ്യുന്നത് ഒരു ഭാഗം മാത്രമാണ്. കാരണം ഇതിന്റെ രൂപം ഇങ്ങനെയല്ല ഇരിക്കുന്നത്, അത് തിളങ്ങണം. അതുകൊണ്ട് മുഴുവൻ ചുവരുകളും 27 ടൺ ശുദ്ധമായ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ഇത്രയും വിലയേറിയ സ്വർണം ഉപയോഗിച്ച് അത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ, അത് ചെയ്യാൻ സോളമൻ മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു. അവിടുത്തെ ചൂട് അസഹനീയമായിരുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന ചൂടല്ല. സ്വർണം ഒരുക്കാനായിട്ട് ചൂളകൾ രാവും പകലും കത്തിച്ചു. അത് കാരണം ആ സ്ഥലം ഭയങ്കര ചൂടായിരുന്നു. ആ ചൂടിൽ തന്നെ പണിയുന്നവർ അച്ചുകളിൽ നേർത്ത സ്വർണം പ്ലേറ്റുകളിൽ അടിച്ചു. കുറച്ചു പേർ കണ്ണാടികൾ പോലെ തിളങ്ങുന്ന രീതിയിൽ സ്വർണം മിനുക്കിയെടുത്തു. ഇതെല്ലാം ഹൂരാം എന്ന മനുഷ്യൻ നിരീക്ഷിച്ചു. അവനൊരു ഇസ്രായേലിയനല്ല, സോറിൽ നിന്നുള്ള ഫൊയ്നീഷ്യനായിരുന്നു. ഇസ്രായേലിൽ ആരും തന്നെ പോലെ സ്വർണം പണിയുന്നതിൽ പ്രാവീണ്യം നേടിയിട്ടില്ലാത്തതുകൊണ്ട് സോളമൻ പുറത്തുനിന്ന് വരുത്തിയതാണ്. 2 രാജാക്കന്മാർ 7-ാം അധ്യായം 13-14 വാക്യം അനുസരിച്ച് ശലോമോൻ രാജാവ് സോറിൽ നിന്ന് ഹീറാം എന്നൊരാളെ വരുത്തി. അദ്ദേഹത്തിന്റെ അമ്മ നഫ്താലി ഗോത്രത്തിൽപ്പെട്ട ഒരു വിധവയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് സോർ ദേശക്കാരനും വെങ്കലം കൊണ്ടുള്ള കരകൗശല വേലയിൽ വിദഗ്ധനായിരുന്നു. വെങ്കലം കൊണ്ടുള്ള എല്ലാത്തരം ശില്പവേലകളിലും ഹീറാം അതിവിദഗ്ധനും പരിചയസമ്പന്നനുമായിരുന്നു. ഈ സ്വർണം കൊണ്ടുള്ള പണിയും ഭയങ്കര പാടായിരുന്നു. 1 രാജാക്കന്മാർ 6-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ആലയത്തിന്റെ ഉൾവശം എങ്ങനെ സ്വർണം കൊണ്ട് മൂടിയിരുന്നു എന്ന് വിവരിക്കുന്നുണ്ട്. അതിവിശുദ്ധ സ്ഥലം 9 മീറ്റർ നീളവും 9 മീറ്റർ വീതിയും 9 മീറ്റർ ഉയരവും ഉണ്ടായിരുന്നു. അത് മുഴുവനും ശുദ്ധമായ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ചുവരുകൾ, മേൽക്കൂര, തറ ഇതെല്ലാം പെയിന്റ് അല്ല, നേർത്ത സ്വർണം കൊണ്ട് പൊതിഞ്ഞതാണ്. ദേവദാരുവിൽ സ്വർണ്ണ പ്ലേറ്റ് കൊണ്ട് പൊതിഞ്ഞു. ഈ പ്ലേറ്റുകൾ തയ്യാറാക്കുന്ന ജോലി ഭയങ്കര പാടായിരുന്നു. ശുദ്ധമായ സ്വർണം മൃദുവും വഴക്കമുള്ളതുമാണ്. കടലാസ് പോലെ നേർന്നതാകുന്നതുവരെ അത് അടിച്ചു. നൈപുണ്യമുള്ള കരകൗശല വിദഗ്ധർ ചെറിയ അളവിൽ സ്വർണം മൃദുവാകുന്നതുവരെ ചൂടാക്കി. അതിനുശേഷം അതിനെ ആ മരങ്ങളിൽ അടിച്ചു. നല്ല നേർത്ത ഷീറ്റ് പോലെ ആകുന്നതുവരെ അവർ അടിച്ചു പരത്തി. ഇങ്ങനെ ഓരോ ഷീറ്റും നിർമ്മിച്ചെടുക്കാൻ മണിക്കൂറുകൾ എടുത്തു. ദേവാലയത്തിന്റെ എല്ലാ ഭാഗവും മൂടാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ വേണ്ടി വന്നു. പണി ഒരിക്കലും നിലച്ചിട്ടില്ല. ചൂള നിരന്തരം കത്തിച്ചുകൊണ്ടേയിരുന്നു. ആവശ്യമായ ചൂട് നിലനിർത്താൻ വിറക് ഒരു മിതമായ അളവിൽ കത്തിച്ചു. തീയുടെ അടുത്ത് ആർക്കും അധിക സമയം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ജോലിക്കാർ ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്തു. സോളമന്റെ നിയന്ത്രണത്തിലുള്ള ഖനികളിൽ നിന്നും വിദേശ രാജാക്കന്മാരിൽ നിന്നുള്ള സമ്മാനങ്ങളിൽ നിന്നുമാണ് ഇത്രയും സ്വർണം ലഭിച്ചത്. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 14-ാം വാക്യം പറയുന്നത് സോളമന് പ്രതിവർഷം 660 താലന്ത് സ്വർണം ലഭിച്ചിരുന്നു എന്നാണ്. അതായത് ഒരു വർഷം 22 ടണ്ണിലധികം സ്വർണം അവന് കിട്ടുമായിരുന്നു. അതിൽ ഭൂരിഭാഗവും ദൈവാലയ പണിക്ക് വേണ്ടി തന്നെ അവൻ ഉപയോഗിച്ചു. സ്വർണം കൊണ്ട് ചുവരുകൾ മാത്രമല്ല പൊതിഞ്ഞത്, വസ്തുക്കളും ഉണ്ടായിരുന്നു. സ്വർണം കൊണ്ട് പൊതിഞ്ഞ് വലിയ കേരുബുകൾ ഉണ്ടായിരുന്നു. ഓരോന്നിനും 4.5 മീറ്റർ ഉയരം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ സ്വർണം കൊണ്ട് പണിത ധൂപവർഗ ബലിപീഠവും ഉണ്ടായിരുന്നു. മേശകൾ, പാത്രങ്ങൾ, ചങ്ങലകൾ എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ആലയത്തിന്റെ അകം മുഴുവൻ സ്വർണം കൊണ്ട് തിളങ്ങാൻ തുടങ്ങി. യാഖീൻ, ബോവാസ് എന്ന് പറയുന്ന 2 വെങ്കല തൂണുകൾ ഉണ്ടായിരുന്നു. ഓരോന്നിനും 8 മീറ്റർ ഉയരമുണ്ട്. 12 ലോഹ കാളകൾ താങ്ങി നിർത്തുന്ന രീതിയിലുള്ള വലിയ വെങ്കല കടലുണ്ടായിരുന്നു. ഈ ജോലികളെല്ലാം പൂർത്തിയാക്കിയ സമയത്ത് അവസാന പണിയും തീർത്ത ശേഷം ദൈവാലയം വെറുമൊരു കെട്ടിടമല്ലായിരുന്നു, പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു അത്ഭുതമായിരുന്നു അത്. ഭൂമിയിലെ ഒരു സ്ഥലവും അല്ലെങ്കിൽ ഒരു നിർമ്മാണവും ഇതേപോലെ ഇല്ല. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, ഏകോപനം. പല സ്ഥലത്തായിട്ട് പല ജോലികൾ ചെയ്യുന്ന 1,50,000 തൊഴിലാളികളെ നിയന്ത്രിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 7 വർഷം 2555 ദിവസം, അതായിരുന്നു സമയപരിധി. ഒരു ദീർഘിപ്പിക്കലും ഇല്ല, ഒരു ചർച്ചയും ഉണ്ടായിരുന്നില്ല. തന്റെ ഭരണത്തിന്റെ 11-ാം വർഷത്തിൽ ദൈവാലയം തയ്യാറാക്കണമെന്ന് സോളമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം വീട്ടിലുള്ള 4-5 പേരെ കൈകാര്യം ചെയ്യുന്നത് തന്നെ എത്ര ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നമുക്കറിയാം. ക്വാറികൾ, ലബനോനിലെ വനങ്ങൾ, ലോഹപ്പണി ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾ, യെരുശലേമിലെ ദൈവാലയം നിർമ്മിക്കുന്ന സ്ഥലം, അങ്ങനെ പല സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്ന 1,50,000 തൊഴിലാളികളെ ഏകോപിപ്പിക്കുന്നത് സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ സങ്കല്പിച്ചു നോക്കുക. ഓരോ ഗ്രൂപ്പും വ്യത്യസ്തമായ ജോലികളാണ് ചെയ്യുന്നത്. ഇതെല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് സൂപ്പർവൈസർമാരാണ്.
3300 പ്രധാന കാര്യസ്ഥന്മാർ ഉണ്ടായിരുന്നു. 1 രാജാക്കന്മാർ 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ കൃത്യമായ എണ്ണം രേഖപ്പെടുത്തുന്നുണ്ട്. അവർ ജോലിക്കാരെ സംഘടിപ്പിച്ചു. എല്ലാ ജോലിക്കാരും ശരിയായ സമയത്ത് ശരിയായ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്തു. അവർക്ക് മുകളിൽ 550 പ്രധാന ചുമതലക്കാരുണ്ടായിരുന്നു. 2 രാജാക്കന്മാർ 9-ാം അധ്യായം 23-ാം വാക്യം പറയുന്നതനുസരിച്ച് ഈ 550 പേരാണ് മുഴുവൻ പദ്ധതിയും നിയന്ത്രിച്ചിരുന്നത്. അവർ സോളമനോട് നേരിട്ട് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അവരുടെ മേലുള്ള സമ്മർദ്ദം വളരെ വലുതായിരുന്നു. ഓരോ സൂപ്പർവൈസർമാരും ഏകദേശം 45 തൊഴിലാളികളെ നിയന്ത്രിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും അവർക്ക് നന്നായിട്ട് അറിയാം. എല്ലാ ദിവസവും രാവിലെ സൂര്യോദയത്തിന് മുമ്പ് സൂപ്പർവൈസർമാർ ഒന്നിച്ചു വരും. അന്നേ ദിവസം എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടത് എന്ന് അവർ തമ്മിൽ സംസാരിക്കും. അതിനുശേഷം സൂര്യാസ്തമയം വരെ മേൽനോട്ടം വഹിക്കും. ആരെങ്കിലും അന്ന് ഇല്ലെങ്കിൽ അവർക്ക് പകരം വേറെ ആളെ ക്രമീകരിക്കും. ആരെങ്കിലും പതുക്കെയൊക്കെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കും. 3 പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തിട്ട് മാറ്റമില്ലെങ്കിൽ ശിക്ഷിക്കും. എന്നാൽ അത് ശിക്ഷയെക്കുറിച്ച് മാത്രമല്ല, ഈ ജോലിക്ക് നല്ല പ്രതിഫലവും ഉണ്ടായിരുന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന പണി തീർന്ന ശേഷം ഇസ്രായേലിയർക്ക് ഗോതമ്പ്, ഒലിവെണ്ണ, വീഞ്ഞ് എന്നിങ്ങനെ പ്രതിഫലം കൊടുക്കുമായിരുന്നു. അടുത്ത 2 മാസത്തേക്ക് കുടുംബത്തെ നന്നായിട്ട് പോറ്റാൻ അത് മതിയായിരുന്നു. പണി വളരെ പെട്ടെന്ന് നന്നായിട്ട് ചെയ്യുന്ന ടീമുകൾക്ക് ചില സൂപ്പർവൈസർമാർ ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 7 വർഷത്തെ ഈ നിർമ്മാണത്തിനിടയിൽ ഒരു വലിയ ദുരന്തം പോലും ഉണ്ടായില്ല. തൊഴിലാളി കലാപം ഉണ്ടായിരുന്നില്ല. ഒരു യുദ്ധവും ഉണ്ടായില്ല. ഒരു രോഗമഹാമാരിയും ഉണ്ടായില്ല. ജോലി നടന്നുകൊണ്ടേയിരുന്നു. ശലോമോന്റെ 11-ാം വർഷം 8-ാം മാസത്തിൽ കൃത്യമായി പ്ലാൻ ചെയ്തതുപോലെ തന്നെ പണി തീർന്നു. ആലയം തയ്യാറായി. എന്നാലും മാസങ്ങൾക്ക് ശേഷം കൂടാര പെരുന്നാളിന്റെ അന്നാണ് ഉദ്ഘാടനം ചെയ്തത്. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ ഉദ്ഘാടന സമയത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇസ്രായേലിൽ ഉണ്ടായിരുന്ന എല്ലാ ജനവും ഒത്തുകൂടി. പുരോഹിതന്മാർ നിയമപ്പെട്ടകം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ദൈവം ഇവിടെ വസിക്കണമേ എന്ന് പറഞ്ഞ് ശലോമോൻ പരസ്യമായി പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. ഒരു മേഘം ദൈവാലയത്തിൽ വന്നു നിറഞ്ഞു. അത് സാധാരണ മൂടൽമഞ്ഞല്ലായിരുന്നു. അത് ദൈവത്തിന്റെ മഹത്വമായിരുന്നു. പുരോഹിതന്മാർക്ക് നിൽക്കാനോ കാണാനോ പോലും പറ്റാത്ത രീതിയിൽ കട്ടിയുള്ള തീവ്രമായ മേഘം ആലയത്തെ മൂടി. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ പറയുന്നതനുസരിച്ച് യഹോവയുടെ തേജസ് അവിടുത്തെ ആലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് ശുശ്രൂഷ ചെയ്യേണ്ടതിന് ആലയത്തിൽ നിൽക്കാൻ മേഘം നിമിത്തം പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. ആ നിമിഷം വരെ 1,50,000-ൽ കൂടുതൽ ആളുകൾ അതിൽ അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു. പലരും അതിനിടയ്ക്ക് മരണപ്പെട്ടു. കുറച്ചുപേർ അപകടങ്ങളിലൊക്കെ പെട്ട് മരിച്ചു. അതായത് കല്ല് കൊണ്ടുവരുന്ന സമയത്തും മരങ്ങൾ കൊണ്ടുവരുന്ന സമയത്തും ഒക്കെ. എന്നാൽ അതിജീവിച്ചവർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൈകൊണ്ട് നിർമ്മിച്ച സ്ഥലം ഇപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന സ്ഥലമായിട്ട് മാറിയത് അവരുടെ സ്വന്തം കണ്ണുകൊണ്ട് അവർ കണ്ടു. സോളമൻ ഇതിനെ ബലിയർപ്പിച്ച് ആഘോഷിച്ചു. 22,000 കന്നുകാലികളും 1,20,000 ആടുകളും. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 63-ാം വാക്യം. എത്ര വലിയ സംഭവമാണ് പൂർത്തിയായത് എന്നത് ഇത്രയും വലിയൊരു ആഘോഷത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. പുരാതന കാലത്തെ ഏറ്റവും അസാധ്യമായ ഒരു നിർമ്മാണം അങ്ങനെ പൂർത്തിയായി.